ഹോട്ടലിൽ റെയ്ഡെടുത്ത് കണ്ടില്ലേ? പണിയുണ്ടായിരുന്നു. അപ്പൊ എന്ത് മനസ്സിലായിരുന്നത്? ചില്ലറ പണി. പക്ഷെ ആ നീല ട്രോളി ബാഗ് പിന്നെ കൊണ്ടുപോയ ആൾക്കാർ അന്ന് കോഴിക്കോട് നേരത്തെ എത്തിയാ എന്താ കവിനോട്ടത്തിന് ചർച്ചയാ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നീല ട്രോളിയാണല്ലോ. നീല ട്രോളി അല്ല, നീല ട്രോളി ബാഗ്. നീല തന്നെ ഒരു ചർച്ചയാവും എല്ലാവർക്കും. ഇല്ലടാ അതല്ല, എങ്ങനെ എത്തി കോഴിനാട്ടാ? അത് മറ്റേ ഏതോ കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുന്ന് വർത്താനം വന്നായിരിക്കില്ല. കുഴൽപ്പണം എന്ന് പറഞ്ഞൊരു കേസിൽ നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? അതില് അവരൊരു 4 കോടി ഇവർക്ക് കൊടുത്തെന്നാണ് പറഞ്ഞത്. ആ 4 കോടി മറ്റേ തെരഞ്ഞെടുപ്പ് അടക്കമല്ലേ, ആ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പക്ഷെ അത് പോലീസുകാർ വരുമ്പോൾ നീല ട്രോളിയല്ല, അതിൻ്റെ ഉള്ളിലെ സാധനമാണ്. അതിന് 11:30-12 മണിക്കാറ്റാണ് പിന്നെ ഇത് നടക്കുന്നത്, ഈ റെയ്ഡ് നടക്കുന്നത്. അവർ വരുമ്പോൾ പിന്നെ ചാനലുകാരെല്ലാം കൂടെ പുറകെ വന്നു. അതുണ്ടാവുമല്ലോ, ചാനലുകാർ പുറകെ വന്നു. അത് പ്ലാനിങ് ആയിരുന്നു. അല്ല, ചാനലുകാരെല്ലാം നേരത്തെ അറിയിച്ചിട്ടുണ്ടാവും, സംഭവം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്, പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നാടകീയമാരങ്ങൾ കുറേ നടന്നു. പിന്നെ എന്താണ്, ഒരു വനിതാ നേതാവിൻ്റെ അവിടെ കയറിയപ്പോൾ അവരെ ഭർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പരിശോധിച്ചു. രണ്ടാമത്തെ വനിതാ നേതാവിൻ്റെ റൂമിൽ ഇപ്പോൾ നമ്മൾ കാണാൻ ഭർത്താവില്ല, അതിൻ്റെ കയറാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ വനിതാ പോലീസ് വന്ന ശേഷമാണ്. അല്ല, ഈ സ്ത്രീകളില്ല സ്ഥലത്ത് അല്ല, ഏത് റൂമിലും റെയ്ഡിന് പോകുമ്പോൾ മുൻകൂട്ടി അനുവാദം മേടിക്കണ്ട, അല്ലാതെ ഡയറക്റ്റ് കയറി പോകാൻ കഴിയാം. നമ്മളെ വീട്ടിൽ കയറുന്ന അല്ല, നീ ഇപ്പം ഒരു എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നു. നാളെ റൈഡിന് വരുമ്പോൾ ഞാൻ അറിയിച്ചിട്ട് ഒരു സാധാരണ അങ്ങനെ ഒളിച്ചിരിക്കുന്നതല്ലേ ഇവര്. ഒളിച്ചിരിക്കാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, അത് ക്രിമിനലുകളും മറ്റുള്ള ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് അതിന് വേണ്ട. എന്റെ ലക്ഷ്മണ, അത് ക്രിമിനൽസ് അല്ലേ? ഈ പണം കൊണ്ടുപോയത് ക്രിമിനൽസ് അല്ലേ? പണം കൊണ്ടുപോയത് ക്രിമിനൽസ് തന്നെ അല്ലേ? പക്ഷെ ഇത് ഇവര് നേതാക്കന്മാരല്ലേ? ഓ അത് ശരി. എന്റെ കുഞ്ഞിരാമായിട്ട് ആടെ 12 റൂമിലായിട്ട് ഇവരെ നേതാക്കന്മാരും അനുയായികളും ഉണ്ട്. പിന്നെ നമ്മളെ വീടിന് അടുത്ത് നമ്മൾ തൊട്ടടുത്ത് പോകുന്ന നേരത്തെ MLA ഇല്ലേ? ഓ, അയാളെ പേരെന്താന്ന്? അയാള് അതേ ഹോട്ടലിൽ ഒരു റൂമിലുണ്ടായിരുന്നു. ആ ഹോട്ടലിന് 100 റൂമെങ്ങാനുണ്ട് അല്ലേ? അതെ, 62. ഒരു ബാഗാറ്റൊന്നും ആയിരിക്കൂല. ഏതൊരു അയാളെ റൂമിലും കയറി. നേതാവിന്റെതാണ് ഈ ഹോട്ടല്, CPM-ന്റെ നേതാവിന്റെ ഹോട്ടല്. അതിന്റെ പേരെന്നെ KPM എന്നാണ്. അത് ശരി, KPM പേര് മാറ്റി, അത് സി മാറ്റിയാൽ മതി. ശരിക്കും ഈ ബാഗിനകത്ത് പൈസ ഉണ്ടായിട്ടുണ്ടാവുമോ? ഉണ്ടാവണം. പക്ഷേ ഈ ട്രോളി ബാഗ്, അതല്ല, ഈ ട്രോളി ബാഗ് കൊണ്ടുവന്ന വ്യക്തി വളരെ പ്രശസ്തനാണ്. അതിന്റെ CCTV വിഷ്വൽ. അത് പിന്നെ ഒന്നാണ് നേരത്തെ ഈ ആർക്കോ ജയിക്കാൻ വേണ്ടിട്ട് യൂത്ത് കോൺഗ്രസിന്റെ കൃത്യമായ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ ആ മഹാനാണ് ഈ ബാഗ് കൊണ്ട് വരുന്നത്. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു കളി മനസ്സിലായില്ലേ? പക്ഷെ അന്നേരം ഈ റെയ്ഡിന് വരുമ്പോ ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാർ എല്ലാരും ഉണ്ടാവില്ലേ? കസ്റ്റംസ് ഇവര് പറയുന്നത്, ഇവര് പിന്നീട് ചേർത്താന്നല്ലേ പറഞ്ഞേ? ഏത് ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാരും ഇതിനകത്ത് ഈ റെയ്ഡിന് വരുമ്പോ വേണം സംഭവം. പോലീസ് മാത്രം കള്ളപ്പണം പിടിക്കാൻ വേണ്ടിട്ട്, കള്ളപ്പണം അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ കൊണ്ടുവരുന്ന പണം പിടിക്കാൻ വേണ്ടിട്ട് ഇലക്ഷൻ കമ്മീഷന് പിന്നീട് അറിയപ്പെടുത്താൽ മതി. നേരെ കൊടുക്കണമെന്നില്ല. നേരെ കൊടുത്തിട്ട് എന്നാ പിന്നെ ഞാനതല്ലേ പറയുന്നത്, മുൻകൂട്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാലോ. എന്നിട്ടും രക്ഷപ്പെട്ടല്ലോ. മുൻകൂട്ടി അറിവ് കിട്ടിയിട്ടുണ്ടാവണം. അല്ലാണ്ട് ഈ പരിപാടി നടക്കൂല അല്ലേ? വളരെ കരുതലോടെ ആയിരിക്കുമല്ലോ വരുന്നത്. ആ ട്രോളി ബാഗിന് നിറച്ചു പൈസ ആയിരുന്നോ? ആ പൈസ എങ്ങനെ മാറ്റി? പൈസ വേണ്ടില്ല, ആ ട്രോളി ബാഗും കൊണ്ട് അങ്ങോട്ട് പോകുന്നു. അതല്ല കുഞ്ഞിരാട്ടാ, പണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാര് മറ്റേ ചന്ദനത്തൈലം പിടിച്ചു, അത് കോടതിയിൽ ഹാജരാക്കാൻ പോകുമ്പോ പച്ചവെള്ളമായി പോയിട്ടുണ്ട്. പക്ഷേ ഇതിനിടക്ക് ഞാനൊരു ഫോറസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ തന്നെ ആ ഒരു റൂം സീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചന്ദനത്തൈലം എന്നാണ് പറഞ്ഞത്. ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചു, ഒരു പോലീസുകാരാണ് കാവലുണ്ട്, പോലീസുകാരനോട് ചോദിച്ചു ഇതിന് എന്തെങ്കിലും ഉണ്ടാ? പറയാൻ കഴിയില്ല, പുറത്തിറങ്ങിയാലും സംഭവം വെള്ളം ആ കാവൽ നിൽക്കുന്ന പോലീസുകാരനോട് കളിത്തോക്കാവുന്നില്ലേ കോടതിയിലെത്തുമ്പോൾ? അങ്ങനെയുണ്ട് ഇഷ്ടം പോലെ. ശരി, അല്ല ഇത് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, സത്യമാണ്. അപ്പൊ ഇയാള് പിന്നെ ഈ പൈസ കിട്ടേണ്ട ആ സ്ഥാനാർത്ഥി വിളിച്ചു വെച്ചു, ഞാൻ കോഴിക്കോട് ഹോട്ടലിൽ പറഞ്ഞു. അയാൾ എത്ര പെട്ടെന്ന് കോഴിക്കോട് അയാൾ 10 മിനിറ്റ് കഴിയുമ്പോൾ പ്രചരണം നടത്തുന്നത് അവിടെയാണ്. ഇവരത്ര പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. എത്തിയില്ലേ? വെറുതെ പറഞ്ഞാണ് ഞാൻ കോഴിക്കോട് ഉള്ളത്. കുറച്ച് കഴിയുമ്പോൾ കാലയുടെ വന്നു. ഇത്രയും പൈസ അരമണിക്കൂർ വന്നു. ഇത്രയും പൈസ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നമുക്കിപ്പം പൈസ കൂടുതലുണ്ടെങ്കിൽ നമ്മളിപ്പോ എത്ര ആളുണ്ടാവും? പിന്നെ ഇഷ്ടം പോലെ ആളുണ്ടാവും. 12 റൂമിൽ അങ്ങനെ തമ്പടിച്ച് പൈസ വീതിക്കാൻ വേണ്ടി. അത് മാത്രമൊന്നല്ല, ഈ പ്രചരണം എന്ന് പറഞ്ഞിട്ട് ഓരോ നേതാവിന്റെ അടുത്ത് എത്രയും ആൾക്കാരുണ്ട്. ഈ 12 റൂമും അവരുടെ കയ്യിലല്ല, അതേ ഹോട്ടലിൽ തന്നെ എല്ലാവരും ഉണ്ടായി. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, കുഞ്ഞിരാമേട്ടനെ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കാൻ വേണ്ടിട്ട്
അല്ലേ? ഒരു സാധാരണക്കാരനെ മത്സരിപ്പിക്കണം. അല്ല ഞാൻ പറയുന്നത് ഏതൊന്നും കുഞ്ഞനാട്ടിന് ഹോട്ടലിന് ഒരു റൂം എടുക്കുന്നുണ്ട്, വല്ല ബാഗോ ഇന്നോവ കാറിലും വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഞാൻ മത്സരിച്ചു കഴിഞ്ഞാല് എനിക്കൊരു കോടി കൊണ്ടിരുന്നാന്ന് കോഴിന്ന് പറഞ്ഞത്. ഞാൻ കൊണ്ടിരുന്നല്ല വേറെ ആൾ കൊണ്ട് തന്നോളൂന്നാ പറഞ്ഞു. ഒരു കോടി എന്നാ പറഞ്ഞത്, അത് ഒരു കോടിയാണോന്ന് അറിയില്ല. ഇനിയിപ്പോ കുഞ്ഞനാട്ട മറ്റേ സ്ഥാനാർത്ഥിയായെങ്കിലേ ഇന്നോവ കാർ വരും, നീല ട്രോളി വരും. അത് 2 ഇന്നോവ കാർ വരും. അതെ, 2 ഇന്നോവ കാറും, 2 ഇന്നോവ കാറും. ഒന്ന് ഇത് കൊണ്ടുവരാനും ഒന്ന് തിരിച്ചു കൊണ്ടുവരാനും. അല്ല നിങ്ങൾക്ക് കയറാൻ വേണ്ടി ഒരു കാർ വേറെ. അല്ലല്ല, കുറച്ച് ദൂരം പോയിട്ട് കുഞ്ഞനാട്ട് മാറി കയറും വേറെ വണ്ടിയിൽ. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ആ മഹാനം ഉണ്ടല്ല, ഒരു കിലോമീറ്റർ ഓടുമ്പോഴേക്ക് 3 വണ്ടി മാറി കയറി പറഞ്ഞു. ഈ ഗാന്ധി ശിഷ്യന്മാർ അയാളെ തിരിച്ചു വയ്ക്കുന്ന അറിയാം, എനക്കെന്റെ വണ്ടി മാറി കയറിക്കൂടെ? അല്ലല്ല, അത് നീ ഇപ്പം ചോദിച്ച മാതിരി അതല്ല കൊണ്ടാ. ഈ ഗാന്ധി ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ച് 1 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ AC കാറും ഇന്നോവയും ഭയങ്കര സെറ്റപ്പുള്ള വണ്ടി വേണം. ജനനേതാക്കന്മാരെ പിന്നെ ഇവര് വലിയ വണ്ടിയിൽ അത് ഈ തൊഴിലാളി അവരും അങ്ങനെയാണ്. അല്ല, നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണ്. അതന്നെ കുഞ്ഞാട്ടാ എന്നറിയാ, ഇവര് ജനനേതാക്കന്മാരായി കഴിഞ്ഞാൽ അന്നേരം കയറി അവര് പാവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരല്ലോ. അത് ശരി, വേർപ്പിങ്ങനെ ഉറ്റാനേ പാടില്ല. അവർക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. ഈ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് വേർപ്പിന്റെ എന്തെങ്കിലും ഒരു സംഭവം അറിയാം പാവപ്പെട്ടവന്റെ? അതല്ല എടാ, ഈ സാധനം അയാൾ മറ്റേയാൾ പറയുന്നത് അതിൽ ഡ്രസ്സാവണതിന്. ഞാൻ കോഴിക്കോട് നേതാവിനെ കാണാൻ വേണ്ടി പോകുന്നത്, അതിന് മാറ്റാൻ വേണ്ടി ഒരു ട്രോളി ബാഗ് നിറച്ചും ഡ്രസ്സ്. ആ ട്രോളി ബാഗ് എന്നിട്ട് കൊണ്ടുപോകുന്നില്ല. അത് ഏതോ സിനിമയിലുണ്ട്, ഒരു 4 വണ്ടി ഒരേ കണക്കത്ത് വന്നിട്ട് അങ്ങോട്ട് അതന്നെ ഏതോ സിനിമയില്ല, അതേപോലെ തന്നെ സംഭവം. ഈ സിനിമ പഠിപ്പിക്കുന്നതിനല്ലോ. അതെ, ഈ കള്ളത്തരം മുഴുവൻ സിനിമ, ഈ സിനിമ എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായി തന്നെ നാട് പഠിപ്പിക്കുന്നതല്ലേ. ഇപ്പൊ ദൃശ്യം സിനിമയുടെ മോഡൽ എന്തെല്ലാം നടന്നു, വിശേഷത്ര നടന്നു അല്ലേ? തമിഴ്നാട്ടിലെ ജനാവ് പൊളിക്കാനും കക്കാനും അതുപോലെ തന്നെ എന്തെല്ലാം ആ സിനിമയിൽ നമ്മള് പഠിക്കുന്നത് അല്ലേ? അത് നമ്മൾ കുട്ടികൾക്ക് അതല്ലേ ഹരമല്ലോ. അത് കാണുന്നതും നമ്മൾ പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, കണ്ടുപഠിക്കുന്നതും തമ്മിൽ അല്ലേ? കണ്ടുപിടി പെട്ടെന്ന് മെമ്മറിയിൽ ഫീഡ് ആവും. അല്ല, ഇത് പറഞ്ഞാല് പിന്നെ ഈ കള്ളത്തരം എന്തോ നടന്നിട്ടുണ്ട്, ഉറപ്പല്ലേ? അത് നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ആരെല്ലാം പങ്കുണ്ട്, ആർക്കെല്ലാം പങ്കില്ല, അതൊന്നും നമുക്കിപ്പം പറയാൻ കഴിയും. എനക്ക് പങ്കുണ്ട് പറഞ്ഞിട്ട് ആരും മുമ്പോട്ട് വരില്ല. എങ്ങനെ ഊരി പോകാനേ നോക്കും. അപ്പൊ നമ്മൾ കാത്തിരുന്ന് കാണാനുള്ള രക്ഷയുണ്ട്. ആർക്കാണ് ഇത് എങ്ങനെ കാത്തിരുന്ന് കാണാനാണ്? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതങ്ങോട്ട് കെട്ടടങ്ങും. അല്ല, ഏതെങ്കിലും കിട്ടാത്ത കുറഞ്ഞ പോയ ദിവസം വിളിച്ചു പറയും. ലാസ്റ്റ് അങ്ങനെ ഒരുത്തം പറയുന്നത് അങ്ങനെയാന്ന് പറയും. ഞാൻ പറയാം, പറയും ഞാൻ ആ പൈസ കിട്ടിയ പണ്ട് നമ്മൾ വേറൊരു സ്ത്രീ നേതാവ് പണ്ട് മറ്റേ വേറൊരു പാർട്ടിയുടെ പൈസ കിട്ടി കഴിയുമ്പോഴത്തേന് അവര് കാറ് മേടിച്ചത് എനിക്ക് അന്ന് പണ്ടാണെന്ന് വീഴ്ച തന്നെ, മഞ്ചേശ്വരത്ത് നിന്ന് വീഴ്ച തന്നെ. ആ പൈസ കൊണ്ട് ഞാൻ കാറ് മേടിച്ചത്. പിന്നെ ലാസ്റ്റ് സീറ്റെല്ലാം പോയപ്പോ അതുവരെ വേണ്ടിയിട്ടാ. സെറ്റപ്പ് നല്ല സെറ്റപ്പല്ല ഇപ്പോ, പിന്നെ കുഴപ്പമൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല. ഇപ്പം നല്ല രസമായിട്ട്. പിന്നെ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മ ഇനി എത്ര ഗ്രാവിറ്റി അവിടെ വർത്താനം നമ്മളിപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞല്ലോ, എല്ലാ ദിവസം ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ പറയാൻ ഇതിനെ കൊണ്ട് വലിയ കാര്യം ഇങ്ങനെ പറയാന്നല്ലേ. ഇത് നടക്കേണ്ടത് എന്തായാലും നടന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ ഇലക്ഷനല്ല, ഇനി വരുന്ന ഇലക്ഷൻ ആയാലും കോടികൾ എത്ര. പിന്നെ അതല്ലേ പണ്ടത്തെ മാതിരി ഒരു കരുതൽ ജനങ്ങൾക്കിടയിലും ഇല്ല. പണ്ട് ഒരു നേതാവ് കട്ടു എന്ന് പറയുമ്പോൾ അതിനെതിരെ ശക്തിയായി പ്രതികരിക്കാനും അയാൾക്ക് നടപടിയെടുക്കാനും നമുക്ക് കഴിയാറുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ലല്ലോ, ആർക്കും അതിനകത്ത് മൈൻഡില്ല. അല്ല, പണ്ടൊക്കെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇപ്പം ഒരു ചെറിയ ന്യൂസ്, ഓൻ ഇന്ന് രാത്രി കുറെ കോളനിക്കാരെ സാധ്യതയുണ്ട്. അപ്പൊ എതിർകക്ഷി ഒളിവിൽ കുറെ ആളെ നിർത്തി കോളനി കേറുന്നത് പിടിക്കാൻ വേണ്ടിട്ട്. ഇന്ന് എടാ ഇല്ല, പിടിക്കാൻ തന്നെ ഓനിയും കിട്ടിയ ഒരു ഷെയർ ഇന്ന് അത്ര തന്നെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടില്ല ഇതെന്നാണ് പിന്നെ പൈസ കൊടുത്തിട്ട് 500 രൂപ, ഒരു വീട്ടിൽ 5 വോട്ടുണ്ട്, 500 രൂപ തോൽ കൊടുത്തു. 2-3 പാർട്ടിക്കാർ വന്നു. അപ്പൊ അത്ര പൈസയായി, നല്ല പൈസ കിട്ടൂലേ? ഒരു വോട്ടല്ലേ കൊടുക്കണ്ടു, അത്ര തന്നെ. പിന്നെ MLA-മാർക്കും MP-മാർക്കെല്ലാം കോടികൾ പൈസ മേടിച്ച് മറിക്കുന്ന ആളുണ്ട്. ഈ പൈസ നിങ്ങൾക്ക് ലക്ഷോടെ നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യും, കുഞ്ഞിനാട്ടും ചെയ്തേക്കാം, നമ്മളെ വേണ്ടപ്പെട്ട ആളാണ് ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു നമുക്ക് പറയാനില്ല ഇത്രയേ ഉള്ളൂ ലക്ഷണം. നമ്മൾ കരുതലുണ്ടാവണം, പണ്ടത്തെ മാതിരിയൊരു കരുതൽ കാര്യമാണ്. സ്വാർത്ഥത വിടണം. അതെ, പൈസക്ക് വേണ്ടിയില്ല ആര് തന്നാലും പൈസ മേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്താൽ എങ്ങനെയാകുമ്പോൾ എന്നാ അറിയാ കുഞ്ഞാട്ടാ, നമ്മളെ നാടന്നെ പോവും. ഈ പൈസന്റെ മേലെ മാത്രമാണ് ഇത് തെരഞ്ഞെടുപ്പ് ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ സാധാരണ ജനങ്ങളെ ആരും പോവും, അത്രേ ഉള്ളൂ. ഇപ്പൊ ജനാധിപത്യം പ്രസംഗിക്കാനില്ലാതെ എന്ത് ജനാധിപത്യം? അല്ല, അത് കണ്ടില്ല. അതിനിടയ്ക്ക് മറ്റേ ഒരു ജനാധിപത്യം, അതെ ജനാധിപത്യത്തിന് വില ഉണ്ട് ഇപ്പോൾ ഇവിടെ. പിന്നെ ഈടെ പറയാൻ പറ്റും. ആടെ മറ്റേ വയനാട്ടിൽ അവിടെ ഇപ്പം മത്സര തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ, അവിടെ പുഴുകേറി അരി വിതരണം ചെയ്തു. മന്ത്രി പറയുന്നത് അത് കിടന്ന് കൊടുത്തല്ലാന്ന്, മേപ്പാടി പഞ്ചായത്ത് പറയുന്നത് ഞങ്ങൾ കൊടുത്തല്ലാന്ന്. അവർ രണ്ടാളിപ്പം കൈ ഇപ്പം 2 കൈ ഒഴിഞ്ഞു. പ്രളയത്തിന് ഒഴിവ് വന്നായിരിക്കും ചിലപ്പം പുഴു തലക്കുന്നല്ല, അത് ഗ്ലെയർ അടിക്കുന്നതാണ്. അപ്പോൾ പൈസ വാങ്ങിക്കാണ്ട് നമുക്ക് വോട്ട് ചെയ്യാം. നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതല്ലേ നല്ലത്. വോട്ട് ചെയ്യണം. കുഞ്ഞിരാമണ്ണൻ പൈസ ഒന്നും കരുതണ്ട. മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അടിപൊളിയാക്കും. ഞാൻ കുഞ്ഞിനാട്ടിന്റെ പേര് നിൽക്കാനും തീരുമാനിച്ചു. എനിക്ക് അങ്ങനെ ഉറച്ചു പറയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഞാൻ ആലോചിക്കാം. ഞാൻ തീരുമാനിച്ചു, വല്ല ട്രോളിയോ
ഇന്നോവേറ്റം വരുന്നുണ്ട് ഇല്ല, അത് പണിയാൻ പാടില്ല. അല്ല ഞാൻ നോക്കും ചിലപ്പോ ഇത് പറ്റില്ല. പുള്ളിയാണ്ട് മാറാൻ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അതിൽ നിന്നും വെറൈറ്റി ആയിട്ടാണ് ഇപ്പം കുഞ്ഞാട്ടം നിൽക്കാറുണ്ടല്ലേ അതതിന്റെ പ്രശ്നം. പൈസ വരുന്നതിന് മാറുമില്ല അറിയില്ല. എന്തായാലും ശരി, ജനങ്ങൾക്ക് നല്ല ഭരണം കിട്ടണം. ഈ അഴിമതി നല്ല ഭരണം കാഴ്ചവെച്ച് ജനങ്ങൾ എല്ലാം നല്ല അത്രേ നമുക്ക് പറയാം. ഭരണം കാഴ്ചവെക്കണം. അത് പൈസക്ക് വേണ്ടി മറിയുന്ന വോട്ടർമാരുണ്ടാവും പാടില്ല, ഉണ്ടാവാൻ പാടില്ല. പൈസക്ക് വേണ്ടി മറിയുന്ന നേതാക്കന്മാരുണ്ടാവും പാടില്ല. ഉണ്ടാവാൻ പാടില്ല. +2 പഠനം കഴിഞ്ഞില്ലേ, ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.